മതസ്പർദ്ധ വളർത്തിയെന്ന കേസിൽ ഹാജരാകാൻ ലോറി ഉടമ മനാഫിന് കർണാടക പോലീസിന്റെ നോട്ടീസ്. ഉടുപ്പി പോലീസ് ഉദ്യോഗസ്ഥർ കോഴിക്കോട് എത്തി നോട്ടീസ് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ മനാഫ് 3 ദിവസത്തിനകം ഹാജരാകണം. ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെയാണ് ലോറി ഉടമ മനാഫിന് മറ്റൊരു കേസിൽ കൂടി നോട്ടീസ്. മതസ്പർദ്ധ വളർത്തിയെന്ന പരാതിയിൽ ഉടുപ്പി പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് നോട്ടീസ്. മനാഫിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കർണാടക പോലീസ് നോട്ടീസ് കൈമാറി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം. കേസിലെ 2ാം പ്രതിയായ മനാഫിനോട് 3 ദിവസത്തിനകം ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മല്ലു മാർട്ട് എന്ന യൂട്യൂബ് ചാനലിലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തതിനാണ് കേസെന്ന് മനാഫ് പറഞ്ഞു. SIT കേസെടുത്തതിന് പിന്നാലെ മാസങ്ങൾക്ക് മുമ്പ് എടുത്ത കേസിൽ നോട്ടീസ് നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മനാഫ് പ്രതികരിച്ചു. മതസ്പർദ്ധ വളർത്തി എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ്. ഞാൻ എവിടെയും മതസ്പർദ്ധ വളർത്തിയിട്ടില്ല. ഞാൻ അത്തരത്തിലുള്ള അമ്പലത്തിനെതിരെയോ മറ്റേത് മതത്തിനെതിരെയോ സംസാരിച്ച ആളുമല്ല, ഒന്നുമല്ല. ഇപ്പം പെട്ടെന്ന് എനിക്ക് ഈ FIR ഇപ്പം കൊണ്ടുതരുന്നു. SIT എന്നെ വിളിപ്പിച്ചിരിക്കണ്. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ധർമ്മസ്ഥല കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ക്ഷേത്രത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. SIT നോട്ടീസ് നൽകിയ കേസിൽ നാളെ ബെൽത്തങ്ങാടി പോലീസിന് മുന്നിൽ മനാഫ് ഹാജരാകും. ഇതിന് പിന്നാലെ ഉടുപ്പി പോലീസിലും ഹാജരാകുമെന്ന് മനാഫ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.